ഇനി ഒരു 5 വർഷം കൂടെ നിങ്ങളെ കയ്യിൽ ഇരിക്കണമെങ്കിൽ അവിടുത്തെ അയ്യപ്പനെ പോലും അടിച്ചോണ്ട് പോകാൻ പഠിക്കില്ല. ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത്. ഈ സംഗമം ഈ ഒരൊറ്റ കാര്യത്തിന് ഉത്തരം തരിക. ഈ ഒരൊറ്റ കാര്യത്തിന് മതമല്ല വിഷയം, കത്തുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞ നിങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുവാൻ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ള സംഗമങ്ങൾ നടത്താൻ തയ്യാറാവുമോ? ഇത് കേവലം വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത്. ഇപ്പൊ അവിടെ ഇരുന്ന ദ്വാരപാലകരുടെ വിഗ്രഹം വരെ അടിച്ചോണ്ട് പോയി. അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നത് ചെമ്പാണെന്ന്, ശരിക്കും സ്വർണ്ണമാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉന്നതമായ കൈകൾ അതിന്റെ അകത്തുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഉദ്യോഗസ്ഥന്മാര് ഇത് ചെയ്ത ആൾക്കാര് എന്ത് നടപടിയാണ് CPM ചെയ്തതെന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്ത് നടപടിയാണ് CPM? ഇനി അയ്യപ്പ പോകില്ലെന്ന് ആര് കണ്ട്? ഇനി കുറച്ചു കാലം, ഇനി ഒരു 5 വർഷം കൂടെ നിങ്ങളെ കയ്യിൽ ഇരിക്കണമെങ്കിൽ അവിടുത്തെ അയ്യപ്പനെ പോലും അടിച്ചോണ്ട് പോകാൻ പഠിക്കില്ല. ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത്. ഈ സംഗമം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വ്യക്തമായ നിലപാട് എന്താണ്? നിങ്ങളുടെ നിലപാടാണ് വിശ്വാസികളുടെ കൂടെയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ ഒരു നയം ഉണ്ടല്ലോ, ഇവിടെ ഭക്തന്മാരുടെ വിശ്വാസികളുടെ കൂടെയാണ്, സ്പോൺസർ മാത്രമല്ല അയ്യപ്പ ഭക്തന്മാരെ അടിച്ച് മണ്ടകേറിയ വിശ്വാസികളെ അവരെ ജയിലിലടച്ച ആ തത്വം ഇവര് സമ്മതിക്കണം. ഇപ്പോൾ അവർ ചെന്ന് നിൽക്കുന്നത് സ്പോൺസറുടെ കൂടെയാണ്. പണം കിട്ടണം. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പണത്തിന് വേണ്ടി മാത്രമാണ്, കാപട്യമാണ്. ഇവർക്ക് ഒരു വിശ്വാസവുമില്ല. അവിശ്വാസികളാണ്. എപ്പോഴും കാലാകാലങ്ങളിൽ അവിശ്വാസികളാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ ഈ ചർച്ചയിലെ ആഗോള അയ്യപ്പ സംഗമമാണ്. ആഗോള അയ്യപ്പ സംഗമമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പക്ഷെ ആ വിഷയത്തിലേക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ഒരു ശബരിമലയുമായി നേരത്തെ നമ്മുടെ LDF-ന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു അതൊരു വിശ്വാസികളുടെ സംഗമമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കട്ടെ, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ മാറാ രോഗമാണ്, പ്ലേഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിച്ച നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഈ പരിപാടിയിലേക്ക് സ്റ്റാലിനെ പോയി ക്ഷണിക്കാൻ പോയത് കേരളത്തിൽ നിന്ന് വാസവനാണ്. അത് വിശ്വാസിയല്ല, അല്ലെങ്കിൽ അത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന സമയത്ത് അത് തുടച്ചു മാറ്റേണ്ടതാണെന്ന് പറഞ്ഞവരെ ക്ഷണിച്ച 2 വിശ്വാസികളുടെ ഒരു സംഗമമാണ്. ഞാൻ ചോദിക്കട്ടെ, ശരണമിളി ആ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉണ്ടാകുമോ? ആ ശരണം വിളിക്കുവാൻ അവിടുത്തെ ഉദ്ഘാടകനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ? അവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാനുള്ള ആർജവം കേരളത്തിന്റെ ഉദ്ഘാടകനായ പിണറായി വിജയൻ ഉണ്ടാകുമോ? പിണറായി വിജയൻ വിശ്വാസിയാണെങ്കിൽ വ്രതമെടുത്തുകൊണ്ട്, മാല ധരിച്ചുകൊണ്ട്, 18 പടികൾ ചവിട്ടിക്കൊണ്ട്, തത്വമസി ദർശിച്ചുകൊണ്ട് ആ ശബരിമലയിൽ ദർശനം നടത്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസി സമൂഹം, ശബരിമല കർമ്മസമിതി ഈ സംവിധാനത്തിനോടൊപ്പം നിൽക്കും. വിശ്വാസിയാണെന്ന് തെളിയിക്കാനുള്ള ആർജവം ഉണ്ടാവണം, ശരണം വിളിക്കാനുള്ള ആർജവം ഉണ്ടാവണം. സുരേഷ് കുമാർ ശരണവും വിളിക്കും, അതിനപ്പുറവും ചെയ്യും. അതിനൊന്നും സംശയം വേണ്ട. ശ്രീ സുരേഷ് കുമാർ, ഒരു മിനിറ്റ്. നമ്മൾ ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. താങ്കൾ വിശ്വാസിയാണോ, അയ്യപ്പ ഭക്തനാണോ? പറഞ്ഞ കാര്യത്തിൽ നിന്ന് മറുപടി വിശ്വാസിയാണോ, അയ്യപ്പ ഭക്തൻ? അല്ലല്ല, എന്റെ വിശ്വാസമാണോ, ഞാൻ വിശ്വാസം ഇല്ലാത്ത ആളാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അല്ലല്ല, ഇവിടെ ഞാൻ പിന്തുണയ്ക്കുന്ന പ്രത്യയശാസ്ത്രം, ഇതേ ഒരു കവിതയൊക്കെ ചൊല്ലി, മതമല്ല ഞാൻ പറയട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ? മതമല്ല എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന്റെ പ്രശ്നം അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവിശ്വാസം ഉണ്ടെങ്കിൽ
നിങ്ങൾ അയ്യപ്പ അല്ലല്ല ഇത് വളരെ മോശം അയ്യപ്പ സംഗമം? ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കേ, പറ. കുറച്ചുകൂടി അല്ലല്ല ഞാന് യഥാർത്ഥത്തിൽ ഈ ചർച്ച ബ്രേക്ക് ചെയ്ത് ഞാൻ പോവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു മാന്യതയാണ്. Yes, yes. മനസ്സിലായില്ലേ? അല്ല, ഈ ഒരു സമയം നിങ്ങൾ അവരവർക്ക് സമയം അനുവദിക്കണം. പ്ലീസ് അപ്പൊ ഇവിടെ ചോദിച്ച പിന്നെ അദ്ദേഹം ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനൊന്നും മറുപടി പറയാനുള്ള അവസരം തരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് പ്രേരണകുമാരിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് മതമല്ല പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പാപിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാക്ക് പാപിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് എരിയുന്ന വയറിന്റെ തീ തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ന്യൂനപക്ഷ സംഘവും അല്ല ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറയട്ടെ, ആ. നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന നിങ്ങൾ ന്യൂനപക്ഷ സംഗമം നടത്തുമോ, അവിശ്വാസ സംഗമം നടത്തുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. എന്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാർ ഇതിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഇത് നടത്തുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ മാരമൺ കൺവെൻഷനും മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്ന് വായി വെച്ച് മര്യാദയിരിക്കും. ഇതെല്ലാം നടത്തുന്നതിനുള്ള മാൻഡേറ്റ് ആണ് 2021 ഞങ്ങൾക്ക് കിട്ടിയത്. 90 അതാണ് നിങ്ങൾ 40-ൽ ഇരുത്തിയത്. ആ മാൻഡേറ്റ് ആണ് നിങ്ങളെ 40-ൽ ഇരുത്തിയത്. ഞങ്ങളെ ഭൂരിപക്ഷത്തിൽ ഇരുത്തിയത്. നിങ്ങളെ 40-ൽ ഇരുത്തിയത് ഞങ്ങളെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ വർഷവും നടത്തുമോ? വിശ്വാസികളുടെയും വിശ്വാസമില്ലാത്തവരുടെയും അവിശ്വാസികളുടെയും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവരുടെയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാനും സംഘടിപ്പിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനുമുള്ള മാൻഡേറ്റ് ആണ് 2021 ഞങ്ങൾക്ക് ലഭിച്ചത്. 2026 ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലഭിക്കാൻ പോകുന്നത്. അല്ല, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് സ്വാമിയേ ശരണമയ്യപ്പ അല്ലേ? എല്ലാവരും അയ്യപ്പ വിശ്വാസി. ഏറ്റവും സുരേഷ് പിണറായി വിജയൻ വിളിക്കേണ്ട, താങ്കൾക്കെങ്കിലും ഒന്ന് അത് വിളിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് അത് നമ്മൾ പൂർണ്ണ മുഖവിലക്കെടുക്കും. സ്വാമിയെ ശരണമയ്യപ്പയും സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ബോലോ തക്ബീറും വിളിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാകും. സ്വാമിയോ ശരണമയ്യപ്പയും അതുപോലെ തന്നെ യേശുനാഥന് സ്തോത്രവും ബോലോ തക്ബീറും, അത് മൂന്നും വിളിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സ്വാമിയെ ശരണമയ്യപ്പ വിളി കേൾക്കാറില്ല. മൂന്നും ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വിളിക്കുന്നതായിട്ട് കേൾക്കാറില്ല. മൂന്നും ഉണ്ടാകും. അല്ല, ഈ ബോലോ തക്ബീർ അത് വിളിച്ച ആവേശം സ്വാമിയെ ശരണമയ്യപ്പയിൽ കണ്ടില്ല. തീർച്ചയായിട്ടും കണ്ടില്ല. നിങ്ങൾ ഏറ്റുവിളിച്ചാൽ അത് മൊത്തത്തിൽ നല്ല സ്വാമിയേ തീർച്ചയായിട്ടും സ്വാമിയേ. ഓക്കെ, എന്തായാലും അല്ല, താങ്കൾ ഒരു മതേതര വിശ്വാസിയാണെങ്കിൽ ആണ്, മൂന്നും വിളിക്കണം. എല്ലാം വിളിക്കാം. ഏകപക്ഷീയമായി എല്ലാം വിളിക്കാം. ബോലോ തക്ബീർ വിളിക്കണം. നിങ്ങളെ വിളിച്ചെന്നെ ഞാൻ വിളിക്കും. ബോലോ തക്ബീർ, ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. അടുത്ത എന്താ പറ? അടുത്ത പറ. ഞാൻ വിളിക്കാൻ തയ്യാറാണ്. അതുപോലെ താങ്കൾ വിളിക്കുന്നില്ല. അതാണ് പ്രശ്നം.